നന്ദിനി ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് വിട്ട് പോയി ഏട്ടാ. ചേച്ചിയും ചേട്ടനും അറിയാൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നെ ഇനി ആരും അന്വേഷിക്കണ്ട. അമ്മായിക്കും അഭിയേട്ടനും വസുവേട്ടത്തിക്കും പിന്നെ അഖിലേട്ടനും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവള് പുറത്തു പോയല്ലേ, പ്രശ്നം എല്ലാം കഴിഞ്ഞു, മനസമാധാനമായി. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞ അത് നല്ല കാര്യമാണോ? ആ, ഞാൻ പ്രസവിച്ച കൊച്ചി ഈ ലോകം വിട്ടേ പോയി, അത് നല്ലതാണോ? ദമയന്തി, എല്ലാ കാര്യങ്ങളും ശിവാനിയെ ബന്ധപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കില്ല ദമയന്തി. ഏട്ടാ, നന്ദിനെ വിളിക്ക. എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. വിളിക്കേട്ടാ. നന്ദിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന അബി. നന്ദിനി ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. ഒരുപാട് ദൂരൊന്നും പോയിട്ടുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് പോയാ അവളെ കണ്ടുപിടിക്കാൻ പറ്റും. അതെ, അവളായിട്ട് എന്നെ പുറത്തു പോയതല്ലേ, തിരിച്ചെന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നേ? പോകുന്നവരൊക്കെ പോട്ടെ. എന്റെ അനിയത്തി നീ കാരണമാണ് വീട് വിട്ട് പോയത് ദമയന്തി. നിന്റെ സംസാരം കേട്ട് മനസ്സ് വേദനിച്ച് അവൾ ഇറങ്ങിപ്പോയത്. നിന്റെ അനിയത്തി കാരണം എന്റെ മകളുടെ ജീവനാ പോയത്. അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നന്ദിനെ മാത്രം തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നു. നേരവും കാലവും നോക്കാതെ ഇങ്ങനെ സംസാരിക്കല്ലോ ദമയന്തി. ആദ്യം സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏട്ടാ, അഖിലെവിടെ? നന്ദിനി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ എങ്ങോട്ട് പോവാ? അത് അഖിലേട്ടാ, അർജന്റായിട്ട് വരണോന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ഫോൺ വന്നതാണോ അതോ ദമയന്തി ചേച്ചി പറയുന്ന കേട്ട് പോകുന്നതാണോ? അങ്ങനെയൊന്നും അല്ല അഖിലേട്ടാ. വന്ന് കാറ് കയറ്. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. നിന്നോട് കാറ് കയറാനാ പറഞ്ഞത്. സോറി അഖിലേട്ടാ, ഞാൻ തിരികെ വരില്ല. നിങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എനിക്ക് മനസ്സിലായി. എന്റെ മോളെ ഒരു രീതിയിലും ആ നന്ദിനെ വേറെ രീതിയിലും. അവള് വീട് വിട്ട് പോയെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്ന് പേടിക്കുന്നുണ്ടല്ലോ. എന്റെ മകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. തിരിച്ച് വീണ്ടും വീണ്ടും അതേ വിഷയം തന്നെ ഇങ്ങനെ സംസാരിക്കല്ലോ ദമയന്തി. ശിവാനി മരിച്ചതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ദുഃഖത്തിൽ തന്നെയാണ്. ശിവാനിയെ കൊന്ന കൊലപാതകയെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ കൊലയാളികളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാ എന്റെ മോളെന്താ തിരിച്ചു വരുവോ? അതോ എനിക്ക് നീതി കിട്ടുവോ? എന്റെ മനോവിഷമം മാറുവോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല ദമയന്തി. അമ്മയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഏട്ടാ, നമുക്ക് പോയി നന്ദിനെ അന്വേഷിക്കാം. ശരി അബി. അതെ ഏട്ടാ, ഒരുപാട് വൈകിയ നന്ദിനി വേറെ എവിടേക്കെങ്കിലും പോവും. ഞാനും ചേച്ചിയും കൂടി വരാം. ഓരോരുത്തരായി ഓരോ ഭാഗത്ത് പോയി അന്വേഷിക്കാം.
നിർത്തുന്നുണ്ടോ? ഞാൻ പോണോന്ന് വിചാരിച്ചതാ. അഖിലേട്ടനെ നിർബന്ധിച്ച് തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വീട് വിട്ടു പോയ ശനിയെ എന്തിനാണ് അഖിലെ തിരിച്ചു വിളിച്ചോണ്ട് വന്നത്? എന്ത് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ശനിയല്ലാതെ ഇവളെന്താ ഐശ്വര്യമാണോ? ഇവൾക്ക് ഈ വീടുമായിട്ട് എന്ത് ബന്ധം ഉണ്ടായിട്ടാ തിരിച്ചു വിളിച്ചോണ്ട് വന്നത്? ബന്ധമില്ലെന്ന് ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും? നടക്കാൻ പറ്റാതെ എന്റെ കാല് തളർന്ന് വീൽ ചെയറിൽ ഇരിക്കുമ്പോ എന്റെ കാര്യങ്ങൾ നോക്കിയത് ആരാ? നന്ദിനിയല്ലേ? ഡിപ്രഷനിൽ ജീവിതം കൈവിട്ടു പോയപ്പോ എനിക്ക് ധൈര്യം തന്നത് ആരാ? ഈ നിൽക്കുന്ന നന്ദിനിയാ. എന്റെ കൂടെ നിന്ന് എനിക്ക് നടക്കാൻ പറ്റുന്ന വിശ്വാസം നൽകിയത് ആരാ? ഓരോ നിമിഷവും ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആരായിരുന്നു? ഈ നിൽക്കുന്ന നന്ദിനി തന്നെയാ. ഉറക്കം പോലും കളഞ്ഞ് രാവും പകലും ഇല്ലാതെ എന്റെ കാര്യങ്ങൾ മൊത്തം നോക്കിയത് ഈ നിൽക്കുന്ന നന്ദിനിയാ. താലി കെട്ടിയ പെണ്ണ് എന്നെ കുത്തി നോവിക്കുമ്പോഴും, എന്നെ ഓർത്ത് ഏട്ടനും ഏടത്തിയും സങ്കടപ്പെടുമ്പോഴും, അമ്മ കരയുമ്പോഴും ഒക്കെ അവർക്ക് തുണയായിരുന്നത് നന്ദിനി മാത്രമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് വഴക്കം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നന്ദിനി നിങ്ങൾ കാരണം നട റോട്ട് നിൽക്കേണ്ടി വന്ന ഞാൻ എന്താ കണ്ടില്ലെന്ന് വെക്കണോ? അതും പോരാഞ്ഞിട്ട് ഈ വീടുമായി നന്ദിനിക്ക് ഒരു ബന്ധമില്ലെന്ന് പറയാ അല്ലേ? എങ്കിൽ പിന്നെ ഇവളെയും കേട്ടി നാട് ചുറ്റടാ. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ നിനക്കെന്താ? അതെ ചേച്ചി, ഞാൻ നന്ദിനിയെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. നന്ദിനി അല്ലാതെ മറ്റാരും എനിക്ക് ആവശ്യമില്ല. എന്നെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത ഈ നിൽക്കുന്ന നന്ദിനിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ മേലുള്ള അവകാശവും ഇവക്ക് മാത്രമായിരിക്കും. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദിനിയുടെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും. കണ്ടില്ലേ അമ്മേ, അനിയൻ എന്നോട് എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്? ശിവാനി മരിച്ചു പോയെന്നൊരു വിഷമം പോലും ഇല്ലാതെ അവൻ നന്ദിനെ തന്നെ കെട്ടുവെന്ന്. മരണം നടന്ന വീട്ടിൽ എങ്ങനെയാ കല്യാണം നടത്തുക? ബോധമില്ലേ നിനക്ക്? അമ്മേ, അറിവില്ലാണ്ട് സംസാരിക്കുന്ന നീ നിൽക്കുന്ന ചേച്ചിയാ. ചേച്ചി ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. നന്ദിനിക്കും ഈ വീടിനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് എങ്ങനെ ചേച്ചി പറയുന്നേ? അവൾ എന്തോ പറഞ്ഞെന്ന് കരുതി നീ മുഖത്തടിച്ചതുപോലെ നന്ദിനിയെ കല്യാണം കഴിക്കുന്നു പറയുന്നോടാ? ഞാൻ വേറെ എന്താ പറയളേമ്മേ? ഇന്നല്ലെങ്കിൽ ഇനി എന്നായിരുന്നാലും ശരി, ഞാൻ നന്ദിനെ തന്നെ വിവാഹം ചെയ്തിരിക്കും. ഒരുപക്ഷെ ശിവാനി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ തീരുമാനം ഇത് തന്നെ ആയിരുന്നേനെ. അപ്പൊ ഈ വിഷയം നേരത്തെ നീ എന്താ എന്നോട് പറയാതിരുന്നത്? എന്നോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതല്ലാതെ ശിവാനിയെ കല്യാണം കഴിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നോ? എന്നോട് ചോദിക്കാതെ, ഏട്ടന്മാരോട് ഒന്നും പറയാതെ അമ്മ ചേച്ചിക്ക് അങ്ങ് വാക്കു കൊടുത്തു. ആ കാര്യം എല്ലാവരോടും വ്യക്തമായിട്ട് പറയാതെ ഈ വീട്ടിലെ പെൺകുട്ടി എന്ന് മാത്രം പറഞ്ഞു. ഇതുവരെ ഈ വീട്ടിലെ പെൺകുട്ടിയായിരുന്നത് നന്ദിനിയാണെന്ന് ഏട്ടന്മാരും ഏട്ടത്തിമാരും ഞാനും വിചാരിച്ചു. ഈ തെറ്റിദ്ധാരണ കാരണം ശിവാനി മനസ്സ് വേദനിച്ച് പുറത്തുപോയി സൂയിസൈഡ് ചെയ്തു. അതിന് ഏടത്തി എങ്ങനെ കുറ്റക്കാരിയാവുന്നേ? നന്ദിനി എങ്ങനെ കുറ്റക്കാരിയാവുന്നാ പറയുന്നേ? സത്യം പറഞ്ഞു കഴിഞ്ഞാ ശിവാനി മരിക്കാൻ നമ്മൾ എല്ലാവരും കാരണക്കാർ തന്നെയാ. അതിലെനിക്ക് വിഷമമുണ്ട്. എന്ന് വെച്ച് നന്ദിനി നമ്മൾ കൈയൊഴിഞ്ഞാ അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും. നന്ദിനി, നീ എവിടെയും പോവേണ്ട ഒരു ആവശ്യവുമില്ല. ഞാനാ പറയുന്നേ, നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. നീ ഈ വീട്ടിലെ പെണ്ണ് തന്നെയാണ്. അകത്തേക്ക് പോ. നീ വാ നന്ദിനി. നീ എന്താണ് കാണിക്കുന്നേ? അഖിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശിവാനി ജീവനോട് ഉണ്ടായിരുന്നെങ്കിലും ആ നന്ദിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന്. ഇനി ഞാൻ എന്തിനാ എവിടെ നിൽക്കുന്നത്? ഞാൻ എവിടേക്കെങ്കിലും പോവാ. നീ എങ്ങോട്ട് പോവാനാ? ഒരു ഗതിയും ഇല്ലാതല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെ എങ്ങോട്ട് പോവും? ഞാൻ എവിടേക്കെങ്കിലും പൊക്കോളാം. പോയിട്ട് എന്ത് ചെയ്യും? മരിച്ചുപോയ നിന്റെ മോളെ ഓർത്തോണ്ട് നീ കരഞ്ഞു നടക്കുവോ? നീ നിന്റെ മകനെ എങ്ങനെ പഠിപ്പിക്കും? നീ എങ്ങനെ ജീവിക്കും? നീ ഇവിടുന്ന് പോയാ ഇവിടെ നടക്കാൻ പോകുന്നതൊക്കെ അങ്ങ് നിൽക്കുവോ? അഖില് നന്ദിനിയെ കല്യാണം കഴിക്കാതെ അങ്ങനെ അങ്ങ് നിൽക്കുവോ?
ബസും ഭാവനയും ഊണും ഉറക്കവും കളഞ്ഞങ്ങ് നിൽക്കുവോ? എല്ലാവരും സന്തോഷത്തോടെ കഴിയും. നിന്റെ അമ്മയടക്കം കഴിഞ്ഞതെല്ലാം അങ്ങ് മറക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ കുഞ്ഞമ്മ പറയുന്നത്? ഇവിടെ തന്നെ നിൽക്ക്. നിന്റെ മകളുടെ മരണത്തിന് കാരണക്കാരായ വസുവിനോടും ഭാവനോടും നന്ദിനിയോടും പകരം ചോദിക്കും. ജീവിതകാലം മുഴുവൻ അവര് കരയുന്നത് പോലെ ചെയ്ത് കാണിക്കും. നിനക്ക് കൂട്ടായി ഞാനുണ്ട്. നമ്മൾ പറഞ്ഞ ഇവിടെ ആരാ കുഞ്ഞമ്മ കേൾക്കാൻ പോകുന്നത്? മുഖത്തടിച്ചത് പോലെയല്ലേ ഇവിടെയുള്ളവർ സംസാരിക്കുന്നത്? നമ്മൾ ശബ്ദം ഉയർത്തി സംസാരിക്കണം. അവരുടെ വായടപ്പിക്കണം. ശിവാനിയുടെ മരണത്തിന് പഴിക്ക് പഴി വാങ്ങണം. ഇവിടെ നിന്നുകൊണ്ട് പോരാടണം. മനസ്സിലായോ? ആ, ഉം. വസുന്ധര, താനെന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? പണം കൊണ്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റും. അതേ പണം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് സത്യമല്ലേ ഏട്ടാ? അതെ വസുന്ധര, ആവശ്യത്തിലധികമുള്ള പണം എപ്പോഴും പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. നഷ്ടപ്പെട്ട സ്വത്തുക്കളെ തിരിച്ചു കിട്ടിയപ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അഖിലിന്റെയും കാർത്തികേയനും തമ്മിലുള്ള പ്രശ്നം കാരണം അഖിലിന്റെ കാല് നഷ്ടപ്പെട്ടു. കാർത്തിക ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വിവാഹമോചനം നടത്തി. പിന്നെ അഖിലിന്റെ കാല് ശരിയായപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കഴിയുമെന്ന് കരുതി. പക്ഷെ അഖിലിന്റെ കല്യാണത്തോടെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അമ്മ നമ്മളോടെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അമ്മയോടെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു വസുന്ധര. ഒരു ചെറിയ തെറ്റിദ്ധാരണ കൊണ്ട് ഒരു പെണ്ണിന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോലും കാരണമായി. ആലോചിക്കുമ്പോൾ വിഷമം തോന്നാം. ദമയന്തി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തന്നെ ഗിൽറ്റി ആയിട്ട് തോന്നുക. ഞാൻ കാരണം ശിവാനി മരിച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല വസുന്ധര, ആ കാര്യത്തിന് താൻ ഒരിക്കലും കാരണക്കാരിയല്ല. ശിവാനി എടുത്തു ചാടി ഏതോ ഒരു കൊലപാതകി ആ സമയം മുതലെടുത്തു. ക്യാബ് ഡ്രൈവറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കൊലപാതകയെ കിട്ടിയെന്ന് തന്നെ വിചാരിച്ചോ. അവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ശിവാനിയുടെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം. അബി, അഖിലിന്റെ കല്യാണക്കാര്യത്തില് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നന്ദിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് അഖില് തുറന്നു പറഞ്ഞില്ലേ ഭാസ്കരേട്ടാ? അഖിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ കല്യാണം നടക്കില്ല വസു. ഉറപ്പായും ദമയന്തി പ്രശ്നം ഉണ്ടാക്കും. നന്ദിനി അഖിൽ കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് പോലും ഇഷ്ടമില്ല അബി. അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്തിനാ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട അബി. നന്ദിനിയെ നാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാം. കുറച്ചു ദിവസം അവൾ അവിടെ തന്നെ കഴിയട്ടെ. അത് കഴിഞ്ഞ് പുറത്തു നിന്ന് ആരെങ്കിലും നോക്കി കല്യാണം കഴിപ്പിക്കാം. നിങ്ങൾ രണ്ടുപേരും എന്ത് പറയുന്നു? അങ്ങനൊരു തീരുമാനം എന്തിനാ എടുത്ത ഏട്ടത്തി? അഖിൽ അവന്റെ മനസ്സിൽ എന്താണെന്ന് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. അഖിലിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നന്ദിനെ കല്യാണം കഴിക്കാമെന്ന് അവൻ എന്തിനാ സമ്മതിച്ചത്? എന്നാൽ ഈ കല്യാണക്കാര്യം ദമയന്തിക്ക് ഇഷ്ടമേ ഇല്ലല്ലോ അബി. അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്നോ ഈ നിമിഷം വരെയും അമ്മ പറഞ്ഞിട്ടില്ല. മരണ വീട്ടില് ഇപ്പൊ എന്തിനാ ഒരു കല്യാണം എന്നല്ലേ ചോദിച്ചുള്ളൂ. അമ്മയ്ക്ക് ശിവാനിയെ മരുമകളാക്കണമെന്നായിരുന്നില്ലേ ആഗ്രഹം? ഇപ്പോ നന്ദിനി എങ്ങനെ അംഗീകരിക്കുക? ഇല്ല ഏട്ടത്തി, അമ്മയ്ക്ക് ശിവാനിയോട് അങ്ങനൊരു അഭിപ്രായമേ ഇല്ല. അമ്മയുടെ മനസ്സിൽ പോലും അതുണ്ടായിരുന്നെങ്കിൽ എന്നോട് നേരത്തെ പറയുമായിരുന്നു. ദമയന്തി നിർബന്ധിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് സത്യം വാങ്ങിയിട്ടുണ്ട്. താൻ കൊടുത്ത വാക്ക് നിറവേറ്റണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ അബി? ആ ആഗ്രഹമൊക്കെ ഇനി എത്ര നാളുണ്ടാവും? ഇപ്പോ ശിവാനി ജീവനോടെ ഇല്ല. അമ്മയ്ക്ക് അഖിലിന്റെ ഭാവി കാലം പ്രധാനമല്ലേ? നന്ദിനിയോടൊപ്പം അഖില് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് അഖില് തന്നെ അമ്മയോട് പറയുകയാണെങ്കിൽ അമ്മ ഉറപ്പായിട്ടും കല്യാണത്തിന് സമ്മതിക്കും. പക്ഷെ ഒരു കാര്യം, അതിന് കുറച്ചുനാള് വേണ്ടിവരും. അത്രയും നാള് ദമയന്തി വെറുതെ ഇരിക്കും വസു. എടുത്തേ, നന്ദിനിയുടെ കാര്യം അഖിൽ നോക്കിക്കോളൂ.
അവനത് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നന്ദിനിയുടെ ദേഹത്ത് ഒരു ഈച്ച പോലും വീഴാൻ സമ്മതിക്കില്ല. പക്ഷെ നന്ദിനി കാരണം അഖില അമ്മയുടെ ശത്രുവായി മാറുമെന്നാ ഞാൻ പേടിക്കുന്നത് അബി. അവൻ ഇങ്ങനെ ശത്രുവാകും ചേച്ചി. അമ്മയ്ക്ക് അഖിലിന്റെ സന്തോഷവും പ്രധാനമല്ലേ ചേച്ചി? അതുപോലെ നന്ദിനിയുടെ മനസ്സിലും അഖിലിനോട് സ്നേഹമുണ്ട്. നമുക്ക് അവരെ പിരിക്കേണ്ട ചേച്ചി. എന്ത് പ്രശ്നം വന്നാലും അത് നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അഖിലിൻ്റെയും നന്ദിനിയുടെയും കല്യാണം നടന്നേ പറ്റൂ. അതിനി എത്ര നാൾ കഴിഞ്ഞാണെങ്കിലും ശരി. അതിനു മുമ്പ് ശിവാനിയെ കൊന്ന ആളെ കണ്ടുപിടിച്ചേ പറ്റൂ. ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. എന്നാലേ ദമയന്തിയുടെ ദേഷ്യം അടങ്ങും. അമ്മയ്ക്ക് ഒരല്പം സമാധാനം കിട്ടും. ക്യാബ് ഡ്രൈവറെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊലപാതകയും കണ്ടുപിടിക്കാൻ പറ്റും. നാളെ എന്തായാലും ഫോൺ വരും. നമസ്കാരം സാർ. നമസ്കാരം. ഇതാ സാർ കാറിന്റെ കീ. ശ്രീനു, നിന്നെ അന്വേഷിച്ച് രണ്ടുപേര് വന്നിരുന്നു. ആരാ സാർ? 2 ദിവസം മുമ്പ് നീ ഒരു ലേഡിയെ ഡ്രോപ്പ് ചെയ്തിരുന്നില്ലേ? ആ സ്പോട്ടിൽ വെച്ചൊരു പെൺകുട്ടി മരണപ്പെട്ടെന്ന്. മരിച്ചെന്നോ? നീ ഡ്രോപ്പ് ചെയ്ത ലേഡിയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് സംശയമുണ്ട്. എനിക്കോ കൊലപാതകം തമ്മിൽ ഒരു ബന്ധമില്ല സാർ. പേടിക്കാതടാ. നീ ഡ്രോപ്പ് ചെയ്ത ലേഡിയെ കണ്ടാൽ തിരിച്ചറിയൂ. ആ, തിരിച്ചറിയും സാർ. അവര് നല്ല മെലിഞ്ഞിട്ട് പൊക്കമൊക്കെ കുറഞ്ഞ ആളാ സാറേ. കണ്ടപ്പോഴേ വിചാരിച്ചതാ സാറേ അവര് വലിയ പ്രശ്നക്കാരിയാണെന്ന്. അവരെ ഫോൺ വിളിച്ച് വരാൻ പറയാം. നീ ആ ലേഡിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്ക്. പക്ഷേ പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങൂലല്ലോ സാറേ. നീ കുടുങ്ങിയ എൻ്റെ കാറും കുടുങ്ങൂടാ. ആ ടെൻഷനൊന്നും നമുക്ക് വേണ്ട. വന്ന ആളുകൾ പോലീസൊന്നുമല്ല, അവർ പേഴ്സണലായിട്ടാണ് എൻക്വയറി ചെയ്യുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ അഭിരാം സാർ, ആ ഡ്രൈവർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലേഡിയുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സാറിന്ന് ഓഫീസിലേക്ക് വരുമോ? ഇപ്പോൾ വരാം.